ഇപ്രാവശ്യത്തെ ബജറ്റ് അവതരണത്തിൽ മനുഷ്യനാവശ്യമുള്ള ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കുറേ പ്രഖ്യാപനങ്ങൾ. മരിച്ചുപോയ സലീം കുമാറിൻ്റെ പ്രതിമയ്ക്ക് 1 കോടി, പിന്നെ എന്തൊക്കെ ഒരുപാടുണ്ട്, ഫുട്ബോൾ, അങ്ങനെ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങൾ. മനുഷ്യന് അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്തുവായാലും 3 നേരം ആഹാരം കഴിക്കണം ജീവൻ നിലനിർത്താൻ വേണ്ടി. റേഷൻ കടകളിൽ നിന്ന് ഒരു വ്യക്തിക്ക് 4 കിലോ അരി, 2 വ്യക്തികളുണ്ടെങ്കിൽ 8 കിലോ അരി. ആ 8 കിലോ അരി കൊണ്ട് ഒരു മാസം എന്തുവായാലും ഒരു കുടുംബം പോകാൻ പറ്റത്തില്ല. കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. അതിനുശേഷം സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? 2 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10, 16, 20 രൂപയ്ക്കൊക്കെ എത്ര അരി വേണമെങ്കിലും, ഈ അരി തന്നെ, ഈ സർക്കാർ കൊടുക്കുന്ന ഈ 4 കിലോ അരി തന്നെ എത്ര വേണമെങ്കിലും ജനങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാമായിരുന്നു. ദാരിദ്ര്യമില്ലായിരുന്നു. ഇപ്പം 1 കിലോ, ആ 8 കിലോ അരി ഉപയോഗിച്ചതിന് ശേഷം സാധാരണ അരി കിലോ 80 അല്ലെങ്കിൽ 60, 70 രൂപയ്ക്കൊന്നും മേടിച്ച് സാധാരണക്കാരായവർക്ക് ഒരു ദിവസം 80 രൂപയ്ക്കൊക്കെ 1 കിലോ അരി മേടിച്ച് ഉപയോഗിച്ച് ദിവസം ഇങ്ങനെ പോകാനും കഴിയത്തില്ല. അപ്പം ആ വില കുറച്ച് കൊടുത്തിരുന്ന ആ അരികളൊക്കെ ഇപ്പം നിർത്തലാക്കി. ഇപ്പോഴെന്നല്ല, 2 വർഷമായി നിർത്തലാക്കി. കശുവണ്ടി ഫാക്ടറികൾ ഒരെണ്ണം ഇല്ല, എല്ലാം ശൂന്യമാക്കി, അദൃശ്യമാക്കി കളഞ്ഞു, ഒരെണ്ണം പോലും ഇല്ലാതെ. ആ കശുവണ്ടി ഫാക്ടറിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കച്ചവടക്കാർക്കും ബസ്സുകാർക്കും ഒക്കെ വളരെ ഉപകാരമായിരുന്നു. വളരെ നല്ല ഇതായിരുന്നു, നല്ല ജീവിതങ്ങളായിരുന്നു ഓരോ വ്യക്തികളുടെ കുടുംബം. ദാരിദ്ര്യമില്ലാതെ ഓരോ സാധുക്കളായ കുടുംബങ്ങളും കഴിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. കശുവണ്ടി ഫാക്ടറികളെല്ലാം അടച്ചുപൂട്ടിയിട്ട് തൊഴിലുറപ്പിറക്കി. കൊറോണ വന്ന സമയങ്ങളിൽ പ്രൈവറ്റ് ബസ് എല്ലാം, ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ടായിരുന്നു, അതെല്ലാം നിർത്തേണ്ടി വന്നു. കാരണം ഓട്ടമില്ല, ആളുകളുണ്ടെങ്കിലേ ഓടാൻ പറ്റൂ. പകരം ഗവൺമെൻറ് കുറച്ച് ബസ് ഇറങ്ങി, പ്രൈവറ്റുകാർ വീട്ടിലുമായി. ഇപ്പം ആകപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കുറച്ച് ബസ്, എണ്ണി പറയാവുന്ന കുറച്ച് ബസ്. ഇപ്പോഴത്തെ ബജറ്റിൽ അവർക്ക് 3 മാസത്തെ നികുതി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അതിന് എവിടെ ബസ്സുകൾ നികുതി ഒഴിവാക്കാൻ? എവിടെ പ്രൈവറ്റ് ബസ്? 1, 2, 3 ബസ്? ആവശ്യമുള്ള ഒറ്റ കാര്യങ്ങളുമില്ല. മരിച്ചുപോയ സലീം